ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ഇതിലുള്ള പ്രധാന നായകന്മാരെന്ന് പറയുന്നത് അർജുൻ അശോക്, റോഷൻ മാത്യു, പിന്നെ ഇഷാൻ, വിശാഖ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെയൊക്കെ ഫിസിക്ക് അടിപൊളിയാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇവർ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ സമ്മതിക്കണം. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ബോഡിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല പാട് വരണം. ഇനി സിനിമയിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 2.25 മണിക്കൂറിൽ കൂടുതലുണ്ട് ഈ സിനിമ. ഈ സിനിമയുടെ ഫസ്റ്റ് ഒരു 15 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് കാണിക്കും, കുട്ടിക്കാലം. പിന്നെ അങ്ങോട്ട് തള്ളാണ്. തള്ളെന്ന് പറഞ്ഞാൽ വാൾട്ടർ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി അങ്ങ് തള്ളയാണ്. വാൾട്ടർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞ് വലിയ ഭയങ്കര ഹൈപ്പ് കൊടുക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊരു 30 മിനിറ്റ് വാൾട്ടറിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ അങ്ങോട്ട് ഒരു 30 മിനിറ്റ് ഭയങ്കര ലാഗാണ്. അതിൻ്റെ ഇടയിൽ 2-3 സോങ് ഒക്കെ ഉണ്ട്, ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഇൻ്റർവൽ ബ്ലോക്കിനുള്ള ആ ഒരു 15 മിനിറ്റ് അടിപൊളിയാണ്. അതൊക്കെ നല്ല കിടിലും വെറുത്തായിട്ടുള്ള കുറേ സീനുണ്ട്. ആ സമയത്തുള്ള മേക്കിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആ ഒരു സീൻ നല്ല വെറുത്തായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടല്ലോ, കുറേ ഫ്ലാഷ് ബാക്ക് ഒക്കെ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. നല്ല പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് സിനിമ മൊത്തം പോകണം. സെക്കൻഡ് ഹാഫ് ഫുൾ അങ്ങനെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ആ ഒരു റേഞ്ചിലോട്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇതിലുള്ള കോമഡീസൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് കോമഡി ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവൾ സിമ്പിൾ സ്റ്റോറിയാണ്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പം നമ്മളെ വാൾട്ടർ വരെയാണ്. വാൾട്ടറിൻ്റെ ഇൻട്രോ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രോ ആണ്. ഭയങ്കര സിമ്പിളായിട്ട് വന്ന് നിൽക്കും, വാ തുറന്ന് കഥം പോയി. വാൾട്ടർ ഒരുമാതിരി മീൻകാരന്മാരെ പോലെയൊക്കെ സംസാരിച്ച് അത് വലിയ രസമില്ലായിരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ് അടിപൊളിയായിരുന്നു. പക്ഷേ വാൾട്ടറിന് വലിയ റോളൊന്നുമില്ല. ഈ വാൾട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാൾട്ടർ ഒരു മാഗ്നറ്റ് പോലെയാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അടിക്കാൻ അങ്ങോട്ട് വേണ്ട കാര്യമില്ല, അടിക്കാനുള്ളവർ ഇങ്ങോട്ട് ഓടി വരും. വാൾട്ടർ ഈസ് പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല സെലക്റ്റീവായിട്ട് സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാതെ നിങ്ങൾ അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമയാണ് കേട്ടോ. OTT ഒന്നും നിങ്ങൾ എല്ലാവരും സ്കിപ്പ് അടിച്ചേക്കണം. ആ ഒരു പ്രശ്നമുണ്ട്. ഇത് പിന്നെ കൊച്ചി ബേസ് ആയിട്ട് അങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ കാണിക്കുന്നതാണ്. പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ WWE പോലത്തെ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ല. നിങ്ങൾ അത്ര സെലക്റ്റീവ് അല്ല, അത്യാവശ്യം എല്ലാ കൂതറപ്പടങ്ങൾ പോയി കാണുന്ന ഒരാളാണ്, ആവറേജ് ആണെങ്കിലും പോയി കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. നല്ല സെലക്റ്റീവായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അല്ലാതെ അത്യാവശ്യം എല്ലാ പടവും എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, അങ്ങനെയുള്ളവർക്ക് പോയി കാണാം. ഈ സിനിമ എനിക്കൊരു ആവറേജ് ഫീലാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ഇത് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, OTT കാണാതിരിക്കുക. ഓക്കെ.